വെൽക്കം ബാക്ക് ടു വിവോൾ കാർ കെയർ. ഇന്ന് നമ്മുടെ ഗാരേജിൽ ഒരു വോൾവോ V40 ഒരു ആക്സിഡൻറ്റ് വെഹിക്കിളാണ്. അപ്പോൾ ആ വെഹിക്കിളിൽ ഇമ്പാക്ട് ചെയ്ത ഏരിയയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതാണ് വെഹിക്കിളിൻ്റെ സിറ്റുവേഷൻ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഹൈറ്റ് ലെവലുള്ള റോട്ടിൽ നിന്ന് താഴത്തെ ലെവലിലേക്ക് റോഡിലേക്ക് വെഹിക്കിൾ ബമ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ബമ്പ് ചെയ്ത് ഇമ്പാക്റ്റിൽ കിട്ടിയ ഇഷ്യൂ ആണ്. ഡ്രൈവർ സേഫാണ്, ഡ്രൈവർ മാത്രമേ വെഹിക്കിളിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉണ്ടായ ഇമ്പാക്റ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ആണ് ടയർ നമുക്ക് ബ്ലാസ്റ്റ് ആയിട്ടുണ്ട്, അതുപോലെ അലോയ് വീലിന് ബെൻഡുണ്ട്, പിന്നെ ഇവിടുന്ന് ഫ്രണ്ട് ഷോക്ക് ബോബർ ബെൻഡായിട്ടുണ്ട്, ലോവർ ആം ബെൻഡായിട്ടുണ്ട്. ഇപ്പോൾ നോക്കുന്ന ലെവലിൽ തന്നെ ടയർ ശരിക്കും ഈ ലെവലിൽ നിൽക്കണ്ടേ. ഇപ്പം ടോട്ടലി ഇമ്പാക്റ്റിൽ ബാക്കിലോട്ട് പോയിരിക്കുക. അതെന്താ കാരണം വെച്ചാൽ ലോവർ ആം ടയറോടെ എല്ലാം ബെൻഡായിരിക്കണം. അതുപോലെ പിന്നെ ബോഡി ലെവൽ വന്നുള്ള ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഫെൻഡർ ബെൻഡായിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ കാണുന്ന ബമ്പർ ക്രാക്ക് ആയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന കേസാണ്. ഡീലർഷിപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ വേറെ ഓതറൈസ്ഡ് ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം റിപ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈവൻ ഇതിൻ്റെ ക്യാരക്ടർ ലൈൻ വരെ നമുക്ക് റിപ്പയർ ചെയ്ത് പ്രോപ്പർ ലെവലിൽ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ കാണുന്ന ബമ്പർ കീറിപ്പോയ ഇഷ്യൂ ഒക്കെ ശരിക്കും ഡീലർ പറയുന്നത് വെച്ചാൽ ഇത് ഫുൾ ബമ്പർ യൂണിറ്റ് റീപ്ലേ. ഈ ബമ്പറിന് മാത്രമേ അറൗണ്ട് 85,000 വരുന്നുണ്ട് നമുക്ക് ചാർജ്. ഇതൊക്കെ നമുക്ക് പക്ക ഫൈബർ പാച്ചിൽ ഷേപ്പിൽ എടുക്കാൻ പറ്റും. പിന്നെ വന്നുള്ള ഇമ്പാക്റ്റ് ഹെഡ് ലാമ്പാണ്. ഇപ്പോൾ ഈ ഹെഡ് ലാമ്പ് ഇമ്പാക്റ്റ് ഗ്ലാസ് മാത്രമേ തന്നെ ബ്രേക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ ബ്രേക്ക് ആയ ഗ്ലാസ് മാത്രം നമുക്ക് ചൈൽപ്പാട്ട് അവൈലബിൾ ആണ്. ഡീലർഷിപ്പിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ യൂണിറ്റ് റീപ്ലേസ് അറൗണ്ട് 70,000-75,000 ആണ് ഇതിൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നത്. ഇത് കൺട്രോൾ മൊഡ്യൂൾ നമുക്കിതെല്ലാം ചൈൽപ്പാട്ട് അവൈലബിൾ ആണ്. അതുപോലെ പിന്നെ വന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മിററാണ്. മിററിൻ്റെ ഡ്രൈവ് യൂണിറ്റ് ക്രാക്ക് ആയിട്ടുണ്ട്, അതുപോലെ മിറർ ഗ്ലാസ് പൊട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ വന്ന് ഈ ബോഡി ലെവലിൽ ഡ്രൈവർ ഡോർ ചെറിയൊരു ഡെൻറ്റ് ഷേപ്പ് ഡെൻറ്റിൽ. അതുപോലെ തന്നെ വോൾവോ വാഹനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആക്സിഡൻറ്റ് സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിലോ, അതുപോലെ പെയിൻറ്റിങ് വർക്ക്, മെക്കാനിക്കൽ വർക്ക്, ഇലക്ട്രിക്കൽ AC ഇതുപോലെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ പാർട്സും നമ്മുടെ കടയിൽ റെഡിയിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഇൻ കേസ് എന്തെങ്കിലും രീതിയിൽ പാർട്സ് റെഡിയിൽ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് മാക്സിമം ഷോർട്ട് പീരീഡിൽ നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റും. താങ്ക്